നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൃഷ്ണവേലിനെയാണ് കേട്ടോ. കൃഷ്ണവേല് ഒന്നല്ല രണ്ട് ഐറ്റംസ് ആയിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ മത്സരിക്കാൻ എത്തിയിട്ടുള്ളത്. ഉറുദു കഥാരചനയും ഉപന്യാസവും. അങ്ങനെ രണ്ട് ഐറ്റംസ് രചനാ മത്സരങ്ങളുമായിട്ട് സ്റ്റേറ്റ് ലെവലിൽ വന്നു. രണ്ടിലും എന്ത് കിട്ടി? എ ഗ്രേഡ്. അതാണ് ഇതിലേക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഇതിപ്പോ 3-ാം വർഷമാണ് നമ്മൾ സ്റ്റേറ്റ് ലെവലിലേക്ക് വരുന്നത്. 9-ാം ക്ലാസ്സിൽ വന്നു, 10-ാം ക്ലാസ്സിൽ വന്നു, ഇപ്പൊ +1-ലും വന്നു. ഇതിലെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉറുദു എങ്ങനെയാണ് കൃഷ്ണവേല് പഠിച്ചത്? യൂട്യൂബ് നോക്കി ഉറുദു പഠിച്ചിട്ടാണ് സ്റ്റേറ്റ് ലെവൽ കലോത്സവത്തിലേക്ക് മത്സരിച്ച് ഇങ്ങനെ 3 പ്രാവശ്യം എത്തിയിട്ടുള്ളത്. ഇത് എപ്പോ പഠിക്കാൻ തുടങ്ങി? അത് ഞാൻ 9-ാം ക്ലാസ്സിൽ വെച്ചാണ് തുടക്കത്തിൽ പഠിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഹിന്ദി നല്ലോണം അറിയാം. അപ്പോൾ എൻ്റെ ഒരു ടീച്ചർ പറഞ്ഞു, മോൻ ഇങ്ങനെ ഉറുദു നോക്കണം, ഹിന്ദി ഉറുദും ഇങ്ങനെ സിമിലാരിറ്റി ഉള്ള ലാംഗ്വേജസ് ആണ്, അപ്പം മോൻ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഉറുദു അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാൻ അപ്പോ ആരുടെങ്കിലും അടുത്ത് ചോദിച്ച് പഠിക്കാൻ, ടീച്ചേഴ്സിന്റെ അടുത്ത് പഠിക്കാന്നൊന്നും ആലോചിക്കാതെ നേരെ യൂട്യൂബിൽ കയറി പഠിക്കാൻ തീരുമാനിച്ചതാണോ? അച്ഛനും അമ്മയും ഒക്കെ കുറെ നോക്കി, അന്വേഷിച്ച് നോക്കി, അപ്പോൾ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കാൻ തുടങ്ങി. അപ്പോൾ 9-ാം ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ കിട്ടി, അതായത് ഉറുദു പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പൊ തന്നെ യൂട്യൂബ് നോക്കി പഠിച്ചു. ആ വർഷം തന്നെ നമ്മൾ കലോത്സവത്തിൽ പങ്കെടുത്തു, എ ഗ്രേഡ് സ്റ്റേറ്റ് ലെവലിൽ. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം എന്ന് ചില്ലറ കാര്യമല്ല അല്ലേ? അപ്പൊ എന്തായാലും ഹിന്ദി നന്നായിട്ട് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഉറുദു പഠിച്ചത്. അപ്പൊ ഹിന്ദി മത്സരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ? അല്ല, ഹിന്ദി ഇല്ല, അത് 3 ഐറ്റത്തിനെ പങ്കെടുക്കാറുള്ളൂ. അപ്പൊ ഏതൊക്കെ ഐറ്റംസ് ആണ് പങ്കെടുക്കാറ്? ഉറുദു ഉപന്യാസം, ഉറുദു കവിതാരചന, ഉറുദു കഥാരചന. കൊള്ളാല്ലേ, അടിപൊളിയാണല്ലേ. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ നമ്മൾ ചിലപ്പോ നമ്മുടെ വൈഡ് ആയിട്ടുള്ള തോട്ടിൽ പോലും ഇല്ലാത്ത കാര്യമായിരിക്കും. കാരണം ഉറുദു കൃഷ്ണവേലിനെ സംബന്ധിച്ച് 9-ാം ക്ലാസ് വരെ ഉറുദു നമ്മുടെ ലൈഫിലേ ഇല്ല. പെട്ടെന്നൊരു ദിവസമാണ് ഇങ്ങനെ ഒരു ഐഡിയ വന്നത്. ഇപ്പൊ ഉറുദു നമുക്ക് അത്രയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് മാറി. ഉറുദുവില് എന്തും പറയാനും ചെയ്യാനും ഒക്കെ പറ്റുമല്ലേ? എന്നാൽ ഉറുദുവില് ഞാനിപ്പോ കഥാരചനയൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഉറുദുവില് ഈ കലോത്സവം എങ്ങനെയുണ്ടെന്ന് ഒന്ന് ഞങ്ങളോട് പറയാൻ പറ്റുമോ? ये कलोत्सव मेरे ज़िंदगी के एक महत्वपूर्ण लहजा है। यह मैं कभी नहीं भूलूंगा। ये मुझको बहुत ही लुत्फ और ज़्यादा ही प्यारी है. മനസ്സിലാവുന്നുണ്ടല്ലേ ഉറുദു? എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞ പോലെ ഹിന്ദി ആയിട്ടൊരു സിമിലാരിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ മനസ്സിലാവുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ എന്തായാലും വെറൈറ്റി അല്ലേ? കൃഷ്ണവേലിന്റെ ഒരു വെറൈറ്റി സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ അത് എന്റെ ലൈഫിൽ എനിക്ക് പറ്റുന്ന കാര്യമല്ല എന്നൊന്നും വെച്ച് മാറ്റി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് അതിന്റെ ഒരു പീക്കിൽ എത്താൻ പറ്റും എന്നുള്ളതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് കൃഷ്ണവേൽ. ഏത് സ്കൂളിലാണ് പഠിക്കണേ? സെന്റ് ജോൺസ് HSS ഉണ്ടങ്കോട്, തിരുവനന്തപുരംകാരനാണ്. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വന്നപ്പോ എങ്ങനെയുണ്ട്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മുൻപ് വന്നിട്ടുണ്ടോ തൃശ്ശൂര്? ഇല്ല, മുൻപ് വന്നിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. ഇഷ്ടപ്പെട്ടോ തൃശ്ശൂർ? കൊള്ളാം. അപ്പൊ എന്തായാലും ഇനി തൃശ്ശൂർക്ക് വരണം. ഇനി ഒരു വർഷം കൂടെ ഉണ്ട് നമുക്ക് കലോത്സവത്തില് പുതിയ ഐറ്റംസ് ആയിട്ട് വരണം. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്. ഇതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയാക്കും. ഓൾ ദ ബെസ്റ്റ്.